ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പുലർത്തുന്നവർക്ക് ഈ മനോഹരമായ ജനാധിപത്യ സൗഹൃദത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയാണ് പലതും. പട്ടേലിലേക്ക് വരാം. പട്ടേൽ കോൺഗ്രസ്സുകാരനാണ്, മതേതരവാദിയാണ്. ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഓരോ കാലത്തിനുള്ളതല്ലേ. ഓരോരുത്തരും അവരുടെ കാലഘട്ടത്തിന്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഏത് ചരിത്ര പുരുഷനെയും തൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അടർത്തിയെടുക്കരുത്. അത് അദ്ദേഹത്തോടും ആ കാലത്തോടും ചെയ്യുന്ന തെറ്റാണ്. അതോടൊപ്പം വേറൊന്നും കൂടി ശ്രദ്ധിക്കണം. വർത്തമാനകാലത്തെ ഭൂതകാലത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അതാണ് ഇപ്പൊ നടക്കുന്ന അതിക്രമം. ഈ ചരിത്ര സെമിനാറിൽ എനിക്ക് ഊന്നി പറയാനുള്ള സംഗതി അതാണ്. വർത്തമാനകാലത്തിന്റെ കണ്ണട വെച്ചിട്ട് ഭൂതകാലത്തെ നോക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കരുതിക്കുട്ടി വെറും കണ്ണടയല്ല, നിറം പിടിപ്പിച്ച കണ്ണടകൾ. ടിപ്പു സുൽത്താനെ നോക്കാൻ ഒരു കണ്ണട, ശിവജിയെ നോക്കാൻ ഒരു കണ്ണട. സത്യം എന്താ? ശിവാജിക്കുള്ള ആ പേര് പോലും വരുന്നത് ഒരു മുസ്ലിം സൂഫിയുടെ പേരിൽ നിന്നാണ്. ശിവാജിയുടെ പട്ടാളത്തിൽ ഇഷ്ടം പോലെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളോട് ആത്മബന്ധമായിരുന്നു ശിവാജിക്ക്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവും. രാഷ്ട്രീയമാണ്, ഒക്കെ രാഷ്ട്രീയമാണ്. അവർ ഭരണാധികാരികളാണ്. ടിപ്പു സുൽത്താൻ തന്റെ കൊട്ടാരത്തില് ബ്രാഹ്മണ ജ്യോത്സ്യന്മാരെ പാർപ്പിക്കുകയും അവർ പറയുന്നതനുസരിച്ച് മാത്രം വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു ടിപ്പു. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ പലതും, പിന്നെ പലതും അങ്ങോട്ടും ഉണ്ടായിക്കാണ്. രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലാണ്. അവരൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല. മുസ്ലിം ഭരണാധികാരി, ഹിന്ദു ഭരണാധികാരി, ഈ പദപ്രയോഗങ്ങൾ തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരൊക്കെ മധ്യകാല ഭരണാധികാരികൾ എന്ന് വിളിക്കൂ. ആധുനിക കാലത്തെ ഭരണാധികാരികൾ എന്ന് വിളിക്കൂ. മധ്യകാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തൂ. ഇഷ്ടംപോലെ രജപുത്രന്മാർക്ക് മുഗളന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ചില രജപുത്രന്മാരുമായിട്ട് മുഗളന്മാർ യുദ്ധം ചെയ്തിരുന്നു. യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും മനസ്സിലാക്കണം, മുഗളന്മാർ രജപുത്രന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോ ആ മുഗളന്മാരുടെ സേനയിൽ ഇഷ്ടം പോലെ രജപുത്രന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ആ കാലഘട്ടത്തെ മതത്തെ നോക്കിയിട്ടല്ല കാണേണ്ടത്. ആ കാലത്തിന്റെ പശ്ചാത്തലത്തിൽ കാണണം. ഇന്ത്യൻ ചരിത്രത്തെയും സംസ്കാരത്തെയും നോക്കാൻ വേണ്ടത് ഹിന്ദു കണ്ണടയും മുസ്ലിം കണ്ണടയുമല്ല, ക്രൈസ്തവ കണ്ണടയും സിഖ് കണ്ണടയുമല്ല. ഇന്ത്യൻ ചരിത്രത്തെ നോക്കിക്കാണാൻ വേണ്ടത് ഒരു ഇന്ത്യൻ കണ്ണട എടുത്ത് കണ്ണിൽ വെക്കലാണ്.